ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ഷോപ്പിങ്ങും പിന്നെ നമ്മൾ കുറച്ച് ബാക്ക് ടു സ്കൂൾ ടിപ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ, പുതിയ സ്റ്റേഷനറി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളായിട്ട്. ഓക്കെ, ഞാനും വളരെ അധികം എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ കൊല്ലം എങ്ങനെയായിരിക്കും എന്നറിയില്ല, എന്നാലും കുറച്ചൊക്കെ എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മൾ രണ്ട് സ്ഥലത്താണ് ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ഷോപ്പിങ്ങിന് വന്നത്. ഫോറം മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മളവിടെ മൂവി കാണാൻ വേണ്ടി പോയപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പിന്നെ സ്കൂൾ മാർട്ട്, അവിടെ അതിൻ്റേതായിട്ടുള്ള ഷോപ്പാണല്ലോ. സോ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു, രണ്ട് സ്ഥലത്തും കയറി. ഓക്കെ, അപ്പം നമ്മളുടെ അവസാനം ഞാൻ ടിപ്സും ട്രിക്സൊക്കെ പറയാം കേട്ടോ. ആദ്യം തന്നെ പിൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെന്നിൻ്റെ സെറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെന്നിൻ്റെ സെറ്റ് എടുക്കാം. ഒരു ഹൈലൈറ്ററിൻ്റെ സെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നെയിം സ്ലിപ്പ്, പ്ലെയിൻ നെയിം സ്ലിപ്പാണ് വന്നിരിക്കുന്നത്. ഡിസൈൻസ് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ഈ സെയിം ആണ് കേട്ടോ ഉപയോഗിച്ചത്, 3 ഷീറ്റ്. പിന്നെ ഇത് ഒരു ഫോൾഡറാണ്, ഇതുപോലത്തെ 2-3 വീട്ടിലുണ്ട്, ഒന്നും കൂടെ മേടിച്ചു. പിന്നെ എടുത്തത് ഡ്രോയിങ് ബുക്കാണ്, 2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്ലാസ്മേറ്റിൻ്റെ ഫാബർ കാസ്റ്റലിൻ്റെയും. ക്ലാസ്മേറ്റിൻ്റെ എനിക്ക് അത്ര ഒന്നും പോരാ, എന്നാലും എനിക്ക് ഫാബർ കാസ്റ്റലിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. സോ എനിക്ക് ഫാബർ കാസ്റ്റലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ 2 വാങ്ങി. പിന്നെ ബ്രൗൺ പേപ്പർ ഇതേപോലത്തെ ഒരു പുതിയ ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പരിപുറത്ത് ഭാഗം, ഉള്ളിൽ സോഫ്റ്റ്, അങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലിയർ ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഞാനിതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റിക്കി നോട്ട്സ് വാങ്ങി. പിന്നെ ഒരു സ്റ്റേപ്ലർ വാങ്ങിയിട്ടുണ്ട്, ലൈം ഗ്രീൻ കളർ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ 2 പിന്നും വാങ്ങി. പിന്നെ ഇച്ചിരി വൈറ്റ് ബോർഡ് മാർക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ബോട്ടിലല്ല, ഒരു ബോട്ടിൽ. പിന്നെ കുറച്ച് ഇറേസേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബ്രൗൺ പേപ്പർ വേറെ ടൈപ്പാണ്, എന്നാലും ഇതുകൊണ്ടൊന്നും ഞാൻ പൊതിയുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പൊതിയാനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ടിപ്സ് ഞാൻ ഇനി പറഞ്ഞുതരാം. ടിപ്പ് നമ്പർ 1, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ച് പോകുക. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിലും ഞാൻ വളരെയധികം ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോകുക എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ചില ടീച്ചേഴ്സൊക്കെ തരും, എൻ്റെ സ്കൂളിൽ തന്നിട്ടില്ല, എന്നാലും ചിലപ്പോൾ തരുമായിരിക്കും. അപ്പോൾ അന്നന്ന് തന്നെ അതന്നെ പഠിക്കുക. ഫസ്റ്റ് ഡേ അല്ല എന്തിനാണ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതന്നെ പഠിച്ച് പോകാം. അപ്പം ഫസ്റ്റ് ഡേ ടീച്ചേഴ്സ് കുറച്ച് ക്ലാസ് തന്നു, അപ്പോഴും പിന്നെ പഠിക്കാം. പിന്നെ പിറ്റേ ദിവസം തന്നു നോട്ട്സ്, പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സാം ആകുമ്പം ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ആയിരിക്കും. ആ ഒരു സ്ട്രെസ്സും ടെൻഷനും അവോയ്ഡ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന. അന്നന്ന് എടുത്തിട്ട് അന്നന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതാനും പറ്റും. നമുക്ക് എക്സാം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി. ടിപ്പ് നമ്പർ 2, ചൂസ് എ റൈറ്റ് സ്റ്റഡി എൻവയോൺമെൻറ്റ്. ഇപ്പം ഓരോരുത്തർ എവിടെ ഇരുന്ന് പഠിക്കണം എന്നുള്ള ഓരോരുത്തരുടെ ചോയ്സാണ്. ചില ആൾക്കാർക്ക് പുറത്ത് ഇങ്ങനെ നടന്ന് നല്ല പ്രകൃതിയോട് ചേർന്നിരുന്നിട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് എവിടെയെങ്കിലും നടന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് ബാൽക്കണിയുടെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കാനായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, നമ്മളാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു നല്ല ക്വയറ്റായിട്ടുള്ള ഒരു ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസിൽ ഇരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. നമ്മളുടെ സ്റ്റഡി ഏരിയ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ സൂക്ഷിക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് വളരെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കും നമ്മളുടെ പഠിത്തത്തിൽ. ടിപ്പ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്
ആൻഡ് സ്റ്റഡി. അപ്പം ചില കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നന്നായിട്ട് അത് റിസർച്ച് ചെയ്യുക. ഇത് നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് നിങ്ങളുടെ ക്ലാസ്സും ടോപ്പിക്കും ഒന്ന് അടിച്ചു കൊടുത്താൽ മില്യൺസ് ഓഫ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. നോക്കി പഠിക്കുക. ആ കോൺസെപ്റ്റ് മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ടിപ്പ് നമ്പർ 4, സെറ്റ് യുവർ ബാഗ് ബിഫോർ ദ ഡേ ഓഫ് സ്കൂൾ. അതായത് നമ്മളുടെ ബാഗ് തലേന്ന് തന്നെ എടുത്ത് വയ്ക്കുക. ടൈം ടേബിളൊക്കെ നോക്കി തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് അതിൻ്റെ അയ്യോ ബുക്ക് എവിടെ, അതെവിടെ, ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തലേന്ന് തന്നെ എല്ലാം എടുത്ത് വയ്ക്കും. നമ്മളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി സെറ്റ് ചെയ്തിട്ട് അതൊരു സ്ഥലത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ റൂമിന് അതിനായിട്ടൊരു സ്ഥലം വയ്ക്കുക. ഞാൻ റൂമിൻ്റെ അടുത്തൊരു കുഞ്ഞു ചെയറുണ്ട്, അതിൻ്റെ അടുത്താണ് എൻ്റെ ബാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാറുള്ളത്. അങ്ങനെ ചെയ്യാം. ടിപ്പ് നമ്പർ 5, ലാസ്റ്റ് ടിപ്പാണ്, മേക്ക് എ സ്റ്റഡി റൂട്ടീൻ ആൻഡ് ഫോളോ ഇറ്റ് റെഗുലർലി. അതായത് നമ്മളൊരു സ്റ്റഡി റൂട്ടീൻ ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ ഇന്ന സമയത്ത് എണീക്കുക, ഇന്ന സമയത്ത് ചെയ്യുക. അത് മാക്സിമം നമ്മളത് കറക്റ്റായിട്ട് സ്ട്രിക്റ്റ്ലി അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന നേരം പഠിച്ചതിന് ഇത്രയും നേരം നമുക്ക് ബ്രേക്ക് ഉണ്ട്, ഇത്രയും നേരം പഠിച്ചാൽ ഇത്ര നേരം ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ബ്രേക്ക് കിട്ടും, ആ നേരം പഠിക്കേണ്ട വരും എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാനർ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സോ ബൈ ബൈ.